നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ പോണത് എന്നൊരു ക്ലയൻറ്റ് വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്. അദ്ദേഹത്തിന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽ കിട്ടി. അത് ശരിക്കും ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാവോ, അതിൽ ഇൻവെസ്റ്റ് ചെയ്തോട്ടെ എന്ന്. അപ്പോൾ ഇതിൽ പറഞ്ഞേക്കനുസരിച്ച് അദ്ദേഹത്തിന് കിട്ടിയ ഒരു പ്രൊപ്പോസൽ എന്ന് വെച്ചാൽ ഒരു 15,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുക SIP ആയിട്ട് മന്ത്ലി. അത് ഏകദേശം ഒരു കുട്ടിയുടെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഒരു 18 വർഷമോ കഴിയുമ്പോൾ 5 കോടി കിട്ടും അത്രേ. അപ്പോൾ ഇത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് തോന്നി. എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൂടാ? അപ്പോൾ അദ്ദേഹത്തിന് ഒരു എക്സാമ്പിൾ ഫണ്ട് കൊടുത്തിട്ടുണ്ട് ഏതാണെന്നുള്ളത്. അപ്പോൾ അതിന് ഏകദേശം ഒരു 26% റിട്ടേൺ കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ അങ്ങോട്ട് സംഭവിക്കുകയാണെങ്കിൽ ഏകദേശം 18 വർഷത്തിൽ 15,000 രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു 5 കോടിയാവും. അപ്പോൾ ഇത് കണ്ടിട്ട് വളരെ ജെന്യുവനായിട്ട് തോന്നി. അത് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ നമ്മളടുത്ത് ആ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ശരിക്കും ഒരു മ്യൂച്വൽ ഫണ്ട് ആയിരുന്നില്ല, അതൊരു ULIP പ്രൊഡക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇൻഷുറൻസ് വേർഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് വേറെ ആരോ പറഞ്ഞതാണ് ആൾക്ക്. അപ്പോൾ വളരെ കംഫർട്ടായിട്ട് തോന്നി. പക്ഷേ എന്നാലും ഇത്രയും വലിയ റിട്ടേൺ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഒരു സംശയം, ഇത് കറക്റ്റായിട്ട് നടക്കുമോ എന്ന് വെച്ചിട്ട്. ഇതിനെ പറ്റിയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഒത്തിരി ആളുകൾക്ക് ഇത്തരം തെറ്റിദ്ധാരണകളുണ്ടാവും. ഈവൻ ഒത്തിരി ആളുകളുടെ അടുത്ത് പലരും പ്രൊഡക്റ്റ് പിച്ച് ചെയ്യുന്ന സമയത്തും പറയുന്ന ഒരു കാര്യമാണ്, ഓക്കെ ഈ പ്രൊഡക്റ്റിന് ഇപ്പോൾ 26%, 36% കിട്ടി, അതിൻ്റെ പേരിൽ ഇനിയും ഇത് ഇങ്ങനെ തന്നെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 15 വർഷം അല്ലെങ്കിൽ 20 വർഷമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള രീതി. അല്ലെങ്കിൽ ഇപ്പോൾ ഈ സംഗതി പലപ്പോഴല്ല ഒട്ടും നടക്കാത്ത കാര്യമാണ്. കാരണം ഒരിക്കലും ചിലപ്പോൾ ഒരു വർഷം 26% റിട്ടേൺ തന്നു പറഞ്ഞിട്ട് ഇനി അങ്ങോട്ട് 26% റിട്ടേൺ കിട്ടാന്ന് പറഞ്ഞാൽ ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇമ്പോസിബിൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മാർക്കറ്റിൽ എപ്പോഴും പ്രാക്ടിക്കലി നമുക്ക് കണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ, സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണ ടൈമിൽ അത് മ്യൂച്വൽ ഫണ്ടിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലും ശരി, ഇപ്പോൾ ULIP പ്രൊഡക്റ്റിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലും ശരി, ഏത് നല്ല ഫണ്ട് മാനേജർ ആണെങ്കിലും ഇത്രയും റിട്ടേൺ ഒരു 18 വർഷം 20 വർഷമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു ഫണ്ട് മാനേജേഴ്സിനും അത് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. ആഗ്രഹിക്കാൻ പോലും ധൈര്യമുള്ള ഫണ്ട് മാനേജേഴ്സ് മിക്കവാറും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഉണ്ടാവണമെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. പക്ഷേ അത് എക്സ്പെക്ട് ചെയ്തിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എപ്പോഴും മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഒരു മാന്യമായിട്ടുള്ളൊരു എക്സ്പെക്റ്റേഷൻ നമുക്ക് വെച്ച് പുലർത്തുകയാണെങ്കിൽ ഭയങ്കര നല്ലൊരു കാര്യമാണ്. നമുക്കെപ്പോഴും മാർക്കറ്റ് ചെയ്ത്, ഞാൻ എക്സാമ്പിളായിട്ട് പലപ്പോഴും ഇതിന് മുന്നത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത്, ഒരു 10% അല്ലെങ്കിൽ ഒരു 12% ഒക്കെ റിട്ടേൺ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം മാർക്കറ്റിൽ. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നു വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരു ഇൻഫ്ലേഷൻ ഒരു സർട്ടൻ ലെവലുണ്ട്, ഒരു 7% മുകളിലൊക്കെ. അതേപോലെ തന്നെ ഒരു നമ്മുടെ GDP ഗ്രോത്തും ഇത്ര % നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് ഒരു 10 to 12% വരെയൊക്കെ നമുക്ക് റിട്ടേൺ എക്സ്പെക്ട് ചെയ്യണതിൽ ഒരു തെറ്റില്ല. ഇപ്പോൾ ആവറേജ് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഗ്രോത്തും നമ്മൾ നോക്കുകയാണെങ്കിൽ, നിഫ്റ്റിയുടെ ആയാലും സെൻസസിൻ്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു 14% റിട്ടേൺ ആനുവലൈസ്ഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാളും കുറച്ചിട്ട് ഒരു 12% അല്ലെങ്കിൽ ഒരു 10% എന്നൊക്കെ ഉള്ളൊരു എക്സ്പെക്റ്റേഷനിൽ നമ്മൾ പ്ലാൻ ചെയ്യണമെങ്കിൽ അതിനേക്കാളും കൂടുതൽ കിട്ടിയാൽ ഹാപ്പി ആവാം. ഇതിനേക്കാൾ കുറച്ച് കുറഞ്ഞാലും ശരി, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയും നമുക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വേണം. അപ്പോൾ ഈ ഒരു എക്സ്പെക്റ്റേഷൻ ആണെങ്കിൽ 15,000 രൂപ വെച്ചിട്ട് ഒരു 18 വർഷമൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 10% റിട്ടേൺ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 86 ലക്ഷം രൂപയൊക്കെ വളരാൻ ചാൻസ് ഉണ്ട്. അതും ഒരിക്കലും ഗ്യാരണ്ടീഡ് അല്ല, മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. ഇത് ചിലപ്പോൾ ഒരു 12% ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 86 ലക്ഷം എന്നുള്ളത് ചിലപ്പോൾ ഒരു 1 കോടിയായിട്ട് നമുക്ക് റിട്ടേൺ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈവൻ നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന പോലെ 26% ഒരു ഫണ്ട് ഒരു വർഷം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് കേട്ടിട്ട് ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യരുത്. ഈവൻ ശരിക്കും ഏത് ഫണ്ടാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഇവൻ വേറെ ഫണ്ട് ഒക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ ഞാനൊരു ഫണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒരു എക്സാമ്പിൾ അല്ല ഇത്. നമുക്കൊരിക്കലും ഇനി അടുത്തൊരു 18 വർഷത്തേക്ക് നടക്കില്ല എന്നുള്ളൊരും ഇമ്പോസിബിൾ ആണെന്ന് തന്നെ പറയാം. ഇപ്പോൾ നമ്മുടെ ഡിഫൻസ് ഫണ്ടുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ടൊക്കെ നല്ല റിട്ടേൺ തന്നിട്ടുണ്ട്. ഏകദേശം ഒരു 3 വർഷത്തെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിട്ടേൺ നമ്മൾ ആവറേജ് റിട്ടേൺ പറയണമെങ്കിൽ ഏകദേശം 36% വന്നിട്ടുണ്ട്. അപ്പോൾ എന്തിരുന്നു കഴിഞ്ഞാൽ ആ 36% ഒരു 3 വർഷം കൊടുത്തു, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമല്ല അതിന് മുന്നത്തെ വർഷങ്ങളാണ് അത് കൊടുത്തു എന്ന് പറഞ്ഞുള്ള എക്സ്പെക്റ്റേഷൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പറയാം 15,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ SIP കാൽക്കുലേറ്ററിൽ 36% കൂട്ടിക്കഴിഞ്ഞാൽ 15 കോടിയാവും എന്നുള്ളത്. പക്ഷേ അതൊരിക്കലും നടക്കാൻ പോകില്ല. പ്രത്യേകിച്ചും കഴിഞ്ഞ 3 വർഷങ്ങളൊക്കെ നല്ല റിട്ടേൺ തന്നതിൻ്റെ പേരിൽ അടുത്ത വർഷങ്ങളിൽ മിക്കവാറും അതിനേക്കാളും കുറവാവാനേ ചാൻസ് ഉള്ളൂ.
അപ്പോൾ ആവറേജ് റിട്ടേൺ ഒരു 10% നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അതിനേക്കാളും കിട്ടും എന്ന് പറഞ്ഞ് അമിതമായിട്ടുള്ള ധാരണയിൽ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ചെന്ന് വീഴരുത്. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും റിസ്കുകൾ മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഓൾവേസ് കോൺടാക്ട് ആൻ എക്സ്പേർട്ട്. എന്നിട്ട് കൃത്യമായിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻ സെറ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേണിയിൽ നമുക്ക് എപ്പോഴും ഒരു സന്തോഷം ഉണ്ടാവും. അത്ര വിഷമങ്ങളില്ലാതെ നമുക്ക് നമ്മുടെ വെൽത്ത് ക്രിയേഷൻ ജേണി കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ടീമിനെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. അവരെ കൊണ്ട് അറിയാവുന്ന രീതിയിലത്തെ സപ്പോർട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.